വയനാട്ടിൽ സിപ്പ് ലൈൻ അപകടമെന്ന പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച ആൾ അറസ്റ്റിൽ. ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇത് വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഒരുപാട് പേർ അതിന്റെ ഭയാശങ്കകൾ രേഖപ്പെടുത്തിയതാണ്. കാലത്ത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നാലും അറിയാൻ കഴിയാത്ത സങ്കടമുള്ളൂ. ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാക്കി ഇടണമെന്നുണ്ടെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായിരിക്കണം അല്ലേ സുർജിത്ത്? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഹാഷ്മി, ഇത് വലിയ രീതിയിൽ വയനാട്ടിൽ പ്രചരണം നടക്കുന്ന രീതിയിലേക്ക് ഈ വീഡിയോ മാറിയിരുന്നു. പ്രത്യേകിച്ച് ഈ സിപ്പ് ലൈനിൽ അപകടം നടക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു വ്യാജ പ്രചരണം നടന്നിരുന്നത്. ഇത് അന്ന് തന്നെ പോലീസിന് ബോധ്യപ്പെട്ടതാണ്. സൈബർ ടീമും ഒപ്പം തന്നെ SP-യുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതാണ്. അപ്പോൾ തന്നെ അത് വീഡിയോ ആണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പോലീസ് സൈബർ ക്രൈം വിഭാഗത്തിന് ഈ അന്വേഷണം നടത്താൻ വേണ്ടി ഇത് കൈമാറി. തുടർന്ന് വളരെ വിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത് നിർമ്മിച്ച പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതിയുടെ പേര് അഷ്കർ അലി എന്നുള്ളതാണ്. ഇയാൾ ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി സ്വദേശിയാണ്. ഈ തിരുവമ്പാടിയിൽ എത്തിയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ ക്രൈം CI ആയിട്ടുള്ള ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ഒരു ടീം തന്നെ ഇതിനായി നിയോഗിച്ചിരുന്നു. ഈ വയനാടിനെതിരെ അത്തരത്തിൽ വയനാട്ടിൽ അപകടം നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണമാണ് നടന്നിരുന്നത്. ഇത് നിർമ്മിച്ചത് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് ഇയാളാണ്, അഷ്കർ അലിയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. നിരവധി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ ഈ പ്രചരണം നടന്നിരുന്നു. വ്യാപകമായ രീതിയിൽ തന്നെ വ്യാജ പ്രചരണം നടന്നിരുന്നു. ഇയാൾ നിർമ്മിച്ച വീഡിയോ ഇയാൾ ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരിലേക്ക് ഇത് എത്തുകയും അത് വീണ്ടും ഷെയറായി വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഈ ചുരൽമല ഈ വീഡിയോ പറ്റി നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, അറസ്റ്റും നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സുർജിത്ത്, ഇതിൽ ഈ ഒരു കേവലം വ്യാജ വീഡിയോ എന്നതിനപ്പുറം വയനാട് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറി വരികയാണ്. ദുരന്തം തന്നെ വയനാടിന്റെ ഈ പറയുന്ന ഒരുപാട് പേരുടെ ജീവിതത്തെ നേരിട്ടും അല്ലാതെ നമുക്ക് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്ന് കരകയറി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ടൂറിസം മേഖലയിൽ ഇങ്ങനെ അപകടമാണെന്നൊക്കെ വ്യാജ പ്രചരണം, അതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് പോലീസ് പറയുന്നത് സുർജിത്ത്? എന്തൊരു മനോനിലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഓർക്കണം ഹാഷ്മി. കാരണം അത്ര മോശമായ രീതിയിൽ തന്നെ ഈ ജില്ല ഉണർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടക്കുന്നത്. ആ വ്യാജ പ്രചരണം വലിയ വ്യാപകമായ രീതിയിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ രീതിയിൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി നേരെ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം നടത്തുന്നത്. ഇത്തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള തെളിവ് കൂടിയാണിത്. കാരണം ഇത്തരത്തിൽ വ്യാജ വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു, പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന് വേണ്ടി അത് കൃത്യമായ രീതിയിൽ തന്നെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് സൈബർ ക്രൈം CI ആയിട്ടുള്ള ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത്. അതിനൊടുവിലാണ് കൃത്യമായ രീതിയിൽ തന്നെ ഈ പ്രതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതി നിരവധി കേസുകൾ പ്രതിയാണെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇയാൾക്കെതിരെ അടിപിടി അടക്കമുള്ള 4ഓളം കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നിർമ്മിച്ചത്. അത് ഇയാൾ നിർമ്മിച്ച് അത് പ്രചരിപ്പിക്കുകയായിരുന്നു. വയനാട്ടിൽ സിപ്പ് ലൈൻ അപകടം എന്നുള്ള തരത്തിലായിരുന്നു പ്രചരിച്ചിരുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രചാരണം തന്നെ നടന്നിരുന്നു. പല ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളും ഇത് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണം ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. അത് നിലവിൽ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഹാഷ്മി, കാലമാണ്. ചില വീഡിയോകൾ സൂക്ഷിച്ചു നോക്കിയാൽ പോലും ഇത് ആണ്, ഒറിജിനൽ തന്നെയാണ് തോന്നുന്ന രീതിയിൽ ആണ് അതിൻ്റെ നിർമ്മിതി, അതിൻ്റെ പ്രോംപ്റ്റുകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. അതും നമുക്ക് അത്ര നോക്കിയാൽ മാത്രമേ അത് ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒരുപാട് പേരെ ഭീതിപ്പെടുത്തിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ വ്യാജമായി ഇയാൾ ഉണ്ടാക്കിയതാണ്. ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിക്കാണും ഇങ്ങനെ ഓരോരോ സാഡിസ്റ്റിക് മനോഭാവം എന്നല്ല എന്താണ് പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.